രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം. മുന്തിരിപ്പൂക്കൾ വിടർന്നു എന്ന് നോക്കാം. മാതളനാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ പ്രേമം പകരാം. ഉത്തമഗീതത്തിലെ ഒരു വാക്യത്തെയാണ് ഞാനിന്ന് ഈ പ്രണയദിനത്തിൽ എൻ്റെ ബിനുസിനായി കാത്തുവച്ചത്. പ്രണയിക്കുന്നവർക്കും പ്രണയം ഹൃദയത്തിൽ തുന്നിച്ചേർത്തവർക്കും പ്രണയദിന ആശംസകൾ നൽകട്ടെ. സ്വപ്നങ്ങളെക്കാൾ സുന്ദരങ്ങളാണ് ജീവിതം. അതെ, ജീവിക്കാൻ അറിയുമെങ്കിൽ. നമ്മിൽ ഒത്തിരി പേരറിയാത്തതും ശ്രമിക്കാത്തതുമായ ജീവിതം എന്ന സംഗീതത്തിന്റെ ശ്രുതിയാണ് പ്രണയം. ചിലർ പാഴ്ശ്രുതി എന്നും തള്ളുമ്പോഴും ഓർക്കണേ, സ്വപ്നങ്ങളെക്കാൾ സുന്ദരങ്ങളാണെന്ന്. ഫെബ്രുവരി 7 മുതൽ 14 വരെയാണ് വാലന്റൈൻസ് വീക്ക്. ഇന്ന് ഫെബ്രുവരി 14 ലോകത്തിൽ പ്രണയിക്കുന്നവരുടെ ദിനമായി ആഘോഷിക്കപ്പെടുന്ന ദിവസം. പലരും മറക്കുന്ന അല്ലെങ്കിൽ പലരും അറിയാത്ത ഒന്നാകാം വാലന്റൈൻ എന്ന നാമവും അതിൻ്റെ പിന്നാമ്പുറങ്ങളും. ഈ ദിവസം എന്നത് വിശുദ്ധ വാലന്റൈൻ്റെ മരണ ദിവസം കൂടിയാണ്. AD 273 ഫെബ്രുവരി 14 അദ്ദേഹം വധിക്കപ്പെട്ടത്. പരസ്പരം സ്നേഹിക്കുന്നവർക്കായി ജീവൻ അർപ്പിക്കേണ്ടി വന്നു. അദ്ദേഹം ഒരു കാമുകനായിരുന്നത് കൊണ്ടല്ല, ചരിത്രങ്ങൾ പറയുന്നില്ല. പ്രണയം വളരെ ആഴത്തിൽ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളും മധുരിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിക്കുന്നവയുമായി അതിർത്തികളില്ലാത്ത, അതിരുകളില്ലാത്ത, വിലങ്ങുകളും വിലക്കുകളും ഇല്ലാത്ത ഒരു ലോകമാണ് പ്രണയത്തിൻ്റെത്. ലോകത്ത് പ്രണയത്തെ മുൻനിർത്തി ഒത്തിരി കാവ്യങ്ങളും കഥകളും കവിതകളും ഉണ്ടായിട്ടുണ്ട്, ഇനിയും വരാം. പ്രണയം എന്ന സിനിമയെ ഒരു പ്രണയ കാവ്യമായി മാറ്റിയതും നമ്മളാണ്. പ്രണയത്തിന്റെ ഒത്തിരി തലങ്ങളിലൂടെയാണ് ഈ സിനിമ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നതും. അച്യുതമേനോനും മാത്യൂസും ഗ്രേസും തമ്മിൽ നിറയ്ക്കുന്നത് സന്തോഷമാണോ കണ്ണുനീർത്തുള്ളികളുടെ നനവാണോ എന്ന് ആ സിനിമയിൽ ചേർന്നലിയുമ്പോൾ നാം ഹൃദയം കൊണ്ട് തൊട്ടറിയും നമ്മളും വികാരങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ. പ്രണയത്തിന്റെ മായാക്കാഴ്ചകളിലൂടെ അന്ധരെ പോലെ, ഊമകളെ പോലെ, ബധിരരെ പോലെ, പക്വതയില്ലാത്തവരെ പോലെ, ഭ്രാന്തരെ പോലെ നാം അലയാറുണ്ട്. പിന്നാലെ പായുന്ന യുവതലമുറകളോ അത് നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടേതുമാക്കുന്നു. ഒരു പുരുഷനും സ്ത്രീയും കൂടി ആയാലേ പ്രണയമാകൂ എന്ന് കരുതില്ലേ? കാറ്റിനോട്, കടലിനോട്, നദിയോട് നമുക്ക് എന്തിനോട് പ്രണയിക്കാം? തിരക്ക് തീരത്തിനോടും, കാറ്റിന് കടലിനോടും, ഭൂമിയിലുള്ളതിനോടും, ആകാശത്തിലുള്ളതിനോടും. പ്രണയം എന്ന സിനിമയിലെ ഓരോ വാചകങ്ങളിലുമില്ലേ പ്രണയത്തിന്റെ തന്മാത്രകൾ? അതെ, ദേവദൂതനിലെയും പ്രണയത്തിലെയും ആ പശ്ചാത്തല സംഗീതത്തിൽ പോലും വിടരുന്നത് ആ പ്രണയത്തിന്റെ സംഗീതമാണ്. നായകനും നായികയും തമ്മിൽ കെട്ടിമറിയുന്നതല്ല പ്രണയം. ഹൃദയങ്ങൾ പങ്കുവെക്കാൻ അക്ഷരങ്ങളോ നാവുകളോ വേണ്ട. ഹെലൻ കെല്ലർക്ക് കണ്ണുകൾ പോലും ഇല്ലായിരുന്നു. പരസ്പരം ശരീരം പങ്കുവെക്കുന്നതുമല്ല പ്രണയം. നിഖിൽ മഹേശ്വർ അഞ്ജലീന ഇഗ്നേഷ്യസിന്റെ ഹൃദയത്തെയല്ല ശരീരത്തെയാണ് സ്പർശിച്ചിരുന്നത്. പ്രണയത്തിന്റെ തീവ്രത ഇത്രത്തോളം ആഴത്തിൽ ആകുമായിരുന്നില്ല. അത് ശരീരത്തിന്റെ ഭാഷയാക്കുന്നിടത്താണ് പ്രണയത്തിന്റെ വഴിമാറുന്നതും. ആ ദിവ്യമായ അർത്ഥത്തിന് ഒരു മാനമേ കാണൂ. ഹൃദയത്തിന്റെ ഗന്ധമല്ല ശരീരത്തിൻ്റെതായി മാറുന്നത് പതിയെ അസ്തമനത്തിലേക്ക്. കൊടുങ്കാറ്റിലല്ല, ഇളം തെന്നലിലാണ് പ്രണയത്തിന്റെ ചുവന്ന റോസാപ്പൂവിന്റെ പൂമ്പൊടികൾ അലിഞ്ഞു ചേരുന്നതും. പ്രണയദിനാശംസകൾ ഒരിക്കൽ കൂടി.